ഇങ്ങനെയാണ് നായർ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്കറിയില്ലേ, വലിയ നോക്കി പോയതാണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഇന്നലെ ആ പ്ലെയിൻ അപകടത്തിൽ മരണപ്പെട്ട സ്ത്രീ അവരുടെ പേര് നോക്കി വാല് നോക്കി ആക്ഷേപിക്കുന്ന തഹസീൽദാർ ഒരു വിമാന അപകടത്തിൽ മരണപ്പെട്ടു പോന്നു, പക്ഷെ അവരെ ക്രൂരമായാണ് ആക്ഷേപിക്കുന്നത്. വേടന്റെ പാട്ടുകളിൽ എല്ലായിടത്തും ഇര ഒരു ഭാഗം മാത്രമാണ്, എന്നാൽ അങ്ങനെയല്ല, ഇരകൾ രണ്ട് ഭാഗത്തും ഉണ്ട്. ഈ കമന്റ് വന്നത് എൻ്റെ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിലാണ് എന്നുള്ള രീതിയിൽ ഞാനൊരു ഒരു വാർത്തയുടെ കമന്റ് ബോക്സിൽ ഒരു പ്രൊഫൈൽ കണ്ടിരുന്നു. ആ പ്രൊഫൈൽ കയറി നോക്കി. അപ്പോൾ അവരിട്ടിരിക്കുന്ന ഒരു കുറിപ്പ് ഞാൻ കണ്ടു, അതിൻ്റെ കമൻറ്റും ഞാൻ കണ്ടു, ഒരു ഡെപ്യൂട്ടി തഹസീൽദാറിൻ്റെ കമൻറ്റും ഞാൻ കണ്ടായിരുന്നു. ഇനി കാര്യത്തിലേക്ക് വരാം. രജിതാജി നായരെ അപമാനിച്ച സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നാണ്. എന്ത് പറഞ്ഞാണ് അപമാനിച്ചത്? അതെന്താണ് ഇവിടുത്തെ കേരളത്തിലെ മീഡിയ പറയാത്തത്? ജാതി പേര് പറഞ്ഞ് അപമാനിച്ചു. തിരിച്ചാണ് നിങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യത്തില്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാത്തത്? നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് വളരെ അപകടം നിറഞ്ഞ ഒരു രാഷ്ട്രീയമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ വളരെ അപകടം നിറഞ്ഞ ഒരു രാഷ്ട്രീയമാണ്. ഇവിടെ വേടൻ്റെ പേരിൽ ചില ആൾക്കാർ വീണ്ടും ജാതി കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൊസൈറ്റിയിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക്. അല്ലെങ്കിൽ നായരെന്ന് നമ്പൂതിരി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മളെ ഒരു 100 വർഷത്തിലേക്ക് പിന്നിലേക്ക് തള്ളിവിടാനാണ് ഇവിടെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പാട്ടൊക്കെ നല്ലതാണ്, നല്ല പെർഫോമൻസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ നല്ല കഴിവുള്ള വ്യക്തിയാണ്. പക്ഷെ പലപ്പോഴും വേടൻ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തെ 100 വർഷം പിന്നിലേക്കാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ ഇപ്പോഴും ജാതി നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വിദ്യാഭ്യാസം കുട്ടികളിലേക്ക് എത്തിക്കണം, വളരെ ക്വാളിറ്റിയോടെ വിദ്യാഭ്യാസം എത്തിക്കുക. നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മൾ ഇപ്പം ഈ തളർന്നു നിൽക്കുന്ന പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ ഗവൺമെൻറ്റിനാണ് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നത്. അവർക്ക് ഓപ്പർച്യൂണിറ്റി ഒരുക്കി കൊടുക്കണം ഗവൺമെൻറ്. ഈ നാട്ടിൽ ഇതാണ് ഇപ്പോഴും വേടന് വേണ്ടി ജയ് വിളിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത്. വേടനുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അവർ പറയുന്നത് കേട്ടു. നമ്മുടെ നാട്ടിൽ അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും അവിടുത്തെ ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് ആരാണ് ഉത്തരവാദി? ഈ നാട്ടിലെ ഗവൺമെൻറ് അല്ലേ? നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഷ്വൽസ് നമ്മൾ ഓരോ ദിവസവും കാണുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായി, ഒരു കേരളം സംസ്ഥാനം ഉണ്ടായിട്ട് ഇത്രയും വർഷമായി, ഇന്നും അട്ടപ്പാടിയിൽ നിന്ന് വരുന്ന എന്തെല്ലാം തരത്തിലുള്ള വാർത്തകളാണ്? മധു എന്ന് പറഞ്ഞ വ്യക്തിയുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത എന്താണ്? അപ്പം ഇതെല്ലാം എവിടെയാണ് നടന്നത്? കേരളത്തിലാണ്. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് ഇപ്പോഴും ജാതി പറഞ്ഞിട്ട് അതിനെ എതിർക്കുന്നത് ഞങ്ങളാണെന്നുള്ള പേരിൽ ഒരു ലേബൽ ഉണ്ടാക്കി വീണ്ടും ഇവിടെ കുത്തിത്തിരിപ്പാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഒരു ഡെപ്യൂട്ടി തഹസീൽദാർ മരണപ്പെട്ട് കിടക്കുന്ന ഒരു സ്ത്രീയുടെ പേരിനോടൊപ്പമുള്ള ജാതിവാല് നോക്കി ആക്ഷേപിക്കുന്നത്. ഇവിടെ 2 തരത്തിലുള്ള കാസ്റ്റ് സിസ്റ്റം ഉണ്ട്. ഞാൻ കൃത്യമായിട്ട് പറയാം, 2 തരത്തിലുള്ള കാസ്റ്റ് സിസ്റ്റം ഉണ്ട്. എൻ്റെ പേരിൻ്റെ വാല് നോക്കിയിട്ട് ഞാൻ ഏതെങ്കിലും ജാതിവാലാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. എൻ്റെ പേരിനോടൊപ്പമുള്ള തമ്പാൻ എൻ്റെ അച്ഛൻ്റെ പേരാണ്. ഇത് ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ നായരും നമ്പൂതിരിയോ അല്ല, ഞാനൊരു പിന്നോക്കക്കാരനാണ്. കൃത്യമായിട്ട് ഇനി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് 2 തരത്തിലുള്ള ജാതിക്കിരകളാണ്. അത് കൃത്യമായ രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പഴയ കാലഘട്ടങ്ങളിൽ പോലെ ഈ ജാതിപരമായി ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. ജാതിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്, പലയിടത്തും നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. ഞാൻ എല്ലാം ക്ലിയർ ആണെന്ന അഭിപ്രായമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ ഞാൻ പറയുകയില്ല, മാറി വരേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ റിവേഴ്സ് കാസ്റ്റ് സിസ്റ്റവും ഈ കേരളത്തിലുണ്ട്. അതിൻ്റെ ഇരയാണ് ഇന്ന് നമ്മൾ കണ്ട രജിതാജി നായർ എന്ന് പറയുന്ന വ്യക്തി. അവരുടെ പേര് നോക്കിയിട്ട് അവർ നായറായതുകൊണ്ട്, അവരുടെ പേരിനോടൊപ്പം നായരുള്ളത് കൊണ്ട് എന്തിനാണ് നിങ്ങൾ അവരെ അപമാനിക്കുന്നത്? ഇങ്ങനെ അപമാനിക്കപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. ഒരമ്പലത്തിൽ ഒരാൾ പൂണൂലിട്ട് കഴിഞ്ഞാൽ അയാളെ അപമാനിച്ചേക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു റോയൽ ഫാമിലി ഉണ്ട്. ഈ പണ്ട് ഇവിടെ തിരുവിതാംകൂർ രാജഭരണം ഉള്ള കാലത്ത് അവരുടെ ഒരു റോയൽ ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിൽ പെടുന്ന ആദിത്യവർമ്മ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഞാൻ ആ പേര് തെറ്റിയിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും ഇൻ്റർവ്യൂസിനകത്തൊക്കെ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആ വ്യക്തി എവിടെ കണ്ടാലും അപമാനിക്കുന്ന ആൾക്കാരെ കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തരത്തിലും കാസ്റ്റ് പറയാതെ, ഒരു തരത്തിലും ആരെയും അപമാനിക്കാതെ വളരെ സിമ്പിളായിട്ട് പലപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പല ആൾക്കാരും അയാൾ പഴയ രാജകുടുംബമാണ് എന്നുള്ള പേരിൽ അപമാനിക്കുന്ന കണ്ടിട്ടുണ്ട്. അവരെവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാതെ, അവരേതെങ്കിലും തരത്തിൽ ആരെങ്കിലും ആക്ഷേപിക്കാതെ, അവരൊരു സൈഡിൽ നിൽക്കുമ്പോൾ, അവരേതെങ്കിലും ഒരു പൊതുവേദിയിൽ വരുമ്പോൾ അവർ അപമാനിക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ അപമാനിക്കേണ്ട കാര്യം എന്താണ്? അവരെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ആൾക്കാർക്ക് ഉണ്ട്, പക്ഷെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കും ഇല്ല. അവരൊരു തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയാം. പക്ഷേ അവരെ കാണുന്നിടത്ത് വെച്ച് അപമാനിക്കുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു നായർ എന്നുള്ള പേര് കേൾക്കാൻ നേരത്ത് അപമാനിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ തിരയല്ലേ ഈ രജിതാജി നായർ എന്ന് പറയുന്ന ആ സ്ത്രീ. അവർ വിമാന അപകടത്തിൽ മരണപ്പെട്ടു പോന്നു, പക്ഷെ അവരെ ക്രൂരമായാണ് ആക്ഷേപിക്കുന്നത്. അങ്ങനെയും നമ്മുടെ നാട്ടിൽ ആൾക്കാരുണ്ട്. ഒന്ന്, പഴയ പോലെ നിറം നോക്കി, ജാതി നോക്കി,
തൊട്ടുകൂടായ്മ കാണിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഉള്ളിലൊരു വെറുപ്പ് സൂക്ഷിക്കുന്ന, അതായത് അവൻ ആ ജാതിയാണ്, ആ നായരാണ്, അല്ലെങ്കിൽ അവൻ നമ്പൂതിരിയാണ് എന്നുള്ള പേരിൽ ആക്ഷേപിക്കുന്ന, ഒന്നും ചെയ്യാതെ ഒരു സൈഡിൽ മാറി നിന്നാൽ പോലും വെറുപ്പോടെ അവരെ ആക്ഷേപിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ കമന്റ് ബോക്സിലേക്ക് പോവാം. ഡോക്ടർ ആശ ഉല്ലാസിന്റെ പ്രൊഫൈലിലാണ് ആ കമന്റ് വന്നിരിക്കുന്നത്. വിമാന അപകടത്തിന്റെ അനുശോചന പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ താഴെ വന്ന കമന്റ് എല്ലാവരുടെയും കൂടെ എടുത്തിട്ട് അലക്കിയപ്പോൾ തഹസിൽദാർ കമന്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങി, എന്നാലും കാണാത്തവർക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നു. ഇന്നലെ കൃഷ്ണകുമാറിന്റെ കേസിൽ ദളിത് സ്ത്രീ ആയതുകൊണ്ടാണ് അത്രേ. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഒരു ആക്ടർ കൃഷ്ണകുമാർ അവരുടെ മകള് ഒരു സ്ഥാപനം നടത്തുന്നു, അതിൽ കുറച്ച് ആൾക്കാർ ജോലിക്ക് വരുന്നു, തട്ടിപ്പ് നടത്തുന്നു, എന്നിട്ട് പെട്ടെന്ന് അവർ പറയുന്ന കാർഡാണ്. ഈ കാർഡ് പറയാന്നിട്ട് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അവരകത്തു. പക്ഷെ ജനങ്ങൾ കൂടെ നിന്നു. ഇത് കണ്ടപ്പോൾ തട്ടിപ്പാണെന്ന് മനസ്സിലായി. അല്ലായിരുന്നെങ്കിലോ ഒരു ഗർഭിണിയായ സ്ത്രീ അതോടൊപ്പം ആ ഫാമിലി ഇന്ന് ജയിലിൽ കിടക്കേണ്ടി വരില്ലേ? ശനിയും ഞായറും കോടതിയില്ലാത്ത ദിവസം അവർ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. ഇതുപോലെ ജാതി കാർഡ് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ കളിക്കുന്നുണ്ട്. കൃത്യമായ രീതിയിൽ പറയാം, ചില ആൾക്കാർ കളിക്കുന്നുണ്ട്. ഇന്നലെ കൃഷ്ണകുമാറിന്റെ കേസിൽ ദളിത് സ്ത്രീ ആയതുകൊണ്ടാണ് അത്രേ ആ 3 പേരെ ടാർഗറ്റ് ചെയ്ത് എന്നായിരുന്നു സബ്ജക്റ്റ്. പിന്നെ കൈക്കൂലി കേസിൽ സ്വപ്നയെ ന്യായീകരിക്കാൻ മുന്നിൽ, കുറ്റക്കാരെ ന്യായീകരിക്കാൻ മുന്നിൽ നിൽക്കുന്ന ഇയാളെ പോലുള്ള തഹസിൽദാരെ കാഞ്ഞങ്ങാട് ഇയാളുടെ അടുത്ത് ഓഫീസ് കാര്യങ്ങൾക്ക് പോകുന്ന നായർ സ്ത്രീകൾ ഒന്ന് സൂക്ഷിക്കുന്നതായിരിക്കും. കാരണം ഇത്രയും വെറുപ്പ് സൂക്ഷിക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് ചിലപ്പം രജിതാജി നായർ എന്ന് പറയുന്ന വേറൊരു സ്ത്രീ എന്നൊരു ആവശ്യമായി ചെല്ലുമ്പോൾ, അവരുടെ കാര്യത്തിൽ നീതിയുള്ള കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ നീതി ലഭിക്കുമോ ഇതുപോലുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക്? കാരണം ആ വ്യക്തി ഇരിക്കുന്നത് ഇവർ മേൽജാതിയാണ്, ഇവരെ മാക്സിമം നമുക്ക് ഉപദ്രവിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് അവരെ അല്ലെങ്കിൽ അറപ്പോടെയും വെറുപ്പോടെയും ഒരു കാര്യമില്ലാതെ അവരുടെ പേരിനോടൊപ്പം ഒരു നായരുണ്ടെന്ന് പറഞ്ഞിട്ട് അറപ്പോടെയും വെറുപ്പോടെയും സമീപിക്കുന്ന ഒരു തഹസിൽദാറിന്റെ മുമ്പിലേക്ക് എങ്ങനെ ഒരാൾ ചെല്ലും? അതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. വേടന്റെ പാട്ടുകളിൽ എല്ലായിടത്തും ഇര ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ അങ്ങനെയല്ല, ഇരകൾ 2 ഭാഗത്തുമുണ്ട്. വേട്ടയാടപ്പെടുന്നവർ 2 ഭാഗത്തുണ്ട്. ഇത് വേടം പറയുന്നില്ല, ഞാൻ കൃത്യമായിട്ട് പറയാം. അതിന്റെ ഉദാഹരണമാണ് രജിതാജി നായർ എന്ന് പറഞ്ഞ് ഇന്നലെ ആ പ്ലെയിൻ അപകടത്തിൽ മരണപ്പെട്ട സ്ത്രീ. അവരുടെ പേര് നോക്കി വാല് നോക്കി ആക്ഷേപിക്കുന്ന തഹസിൽദാർ. ഇത് പലയിടത്തും ഉണ്ട്, പലരും അനുഭവിക്കുന്നുണ്ട്. ഒരു നായർ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്രാഹ്മൺ ഫാമിലി ജനിച്ചതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ ജാതി വെറുപ്പ് ഏറ്റുവാങ്ങി ജീവിക്കുന്ന, ഒന്നും തിരിച്ചു പറയാൻ പറ്റാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. തിരിച്ചു പറഞ്ഞാൽ അത് ജാതിപരമായിട്ട് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ വാദി പ്രതിയായിപ്പോൾ. ഇങ്ങനെയും പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ആ മരണപ്പെട്ട സ്ത്രീയെ പറ്റി, അതും ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്ത്രീയെ പറ്റി, ഇതുവരെ പരിചയമില്ലാത്തൊരു സ്ത്രീയെ പറ്റി, തന്നെ ഇതുവരെ ഒരു ദ്രോഹിക്കാത്ത, ജാതിപരമായിട്ട് ഒന്നും പറയാത്ത, ആക്ഷേപിക്കാത്ത ഒരു സ്ത്രീയെ പറ്റി എവിടെ ഇരിക്കുന്ന ഒരു തഹസിൽദാർ അവരുടെ പേരിനോടൊപ്പമുള്ള വാല് നോക്കി നായരാണെന്ന് കണ്ടുകൊണ്ടിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്. ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു. കേരള സർക്കാർ ജോലി നൽകിയ അവർ ലീവ് എടുത്ത് വിദേശത്ത് ഡാഷ് തേടിപ്പോയി, കിട്ടേണ്ടത് കിട്ടി. അതായത് മരണപ്പെട്ട ഒരു സ്ത്രീയെ പറ്റിയാണ് ഈ പറയുന്നത്. അവരുടെ പേരിനോടൊപ്പം വാല് കണ്ടിട്ട് ഒരു മനുഷ്യൻ കുരു പൊട്ടിയോ അമർഷം കൊണ്ടോ അപകർഷതാബോധം കൊണ്ടോ ജാതി വെറുപ്പ് കൊണ്ടോ, ജാതി വെറുപ്പ് ഒരു സൈഡിലേക്ക് മാത്രമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ മനുഷ്യന്റെ പോസ്റ്റ്. അടുത്തൊരു പോസ്റ്റ് എങ്ങനെയാണ്? നായർ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്കറിയില്ലേ, വലിയ നോക്കി പോയതാണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. എന്ത് വെറുപ്പാണിത്? എന്ത് വെറുപ്പാണ്? അവരുടെ പേരിനോടൊപ്പമുള്ള വാലിനോടുള്ള വെറുപ്പ്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ന്യായീകരിക്കുന്നത്? ഇതും സൊസൈറ്റി അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ കൃത്യമായിട്ട് പറയാം, ജാതിപരമായി, മതപരമായി, ലിംഗപരമായി, നിറത്തിൻ്റെ പേരിൽ ആരെ ആക്ഷേപിക്കുന്നത് നല്ലതല്ല, തെറ്റാണ്. പക്ഷേ ഈ നാട്ടിൽ വേടൻ പാടുന്ന പാട്ടുകൾക്കപ്പുറം വേടൻ കുത്തിവെക്കുന്ന ഈ വെറുപ്പ് ഈ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇത് പലരിലേക്ക് എത്തുന്നുണ്ട്. ഇന്നത്തെ കാല ജനറേഷനിൽ ജാതിപരമായിട്ടുള്ള ചിന്ത കുറഞ്ഞു വരികയാണ്. ഇത് കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് പലതും. ഇവിടെ 2 തരത്തിലും ജാതിക്കിരകളുണ്ട്. നിറത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ജാതി നോക്കി സാധാരണ മനുഷ്യരെ ആക്ഷേപിക്കുന്നുണ്ട്, അപമാനിക്കുന്നുണ്ട്, തൊട്ടുകൂടായ്മയുണ്ട്. അതുപോലെ തന്നെ അവരുടെ പേരിനോടൊപ്പമുള്ള ജാതിവാല് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തെ പോലും ആക്ഷേപിക്കുന്ന തരത്തിൽ ജാതി വെറുപ്പ് സൂക്ഷിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊരു തഹസിൽദാരുണ്ടെന്ന് ഞാൻ അറിയുന്നു. ആ വ്യക്തി ആ സ്ത്രീയെ ആക്ഷേപിച്ചത് അവരുടെ പേരിനോടൊപ്പമുള്ള നായർ എന്ന പേര് കണ്ടുകൊണ്ടാണ്. ഇതും തെറ്റാണ്. 2 തരത്തിലാണ് ഈ നാട്ടിൽ ജാതി നിലനിൽക്കുന്നത്. കാസ്റ്റ് സിസ്റ്റം ഉണ്ട്, റിവേഴ്സ് കാസ്റ്റ് സിസ്റ്റം ഉണ്ട്. 2 തരത്തിൽ. ഒന്ന്, ഒരാളുടെ പേരിൻ്റെ വാല് നോക്കി അയാളുടെ പ്രവൃത്തി നോക്കുന്നില്ലാരും, അയാളുടെ പേരിനോടൊപ്പം വാല് നോക്കി പലരുടെയും മനസ്സിലുള്ള അപഹർഷതാബോധം ഇങ്ങനെ തുളുമ്പി വരുന്നുണ്ട്. അവരെ അപമാനിക്കുകയാണ്. ആ അപമാനം ഏറ്റുവാങ്ങി പലരും ഇവിടെ ജീവിക്കുന്നുണ്ട്.
അതും ഇവിടെ വിഷയമാക്കേണ്ടതുണ്ട്. ഈ വിഷയമൊന്നും വേടം പറയുന്നില്ല. വേടം പറയുന്നതെല്ലാം ഒരു ഭാഗത്തിന്റെ വിഷയം മാത്രമാണ്. അതോടൊപ്പം വേടം പറയുന്ന ഭാഷ ശ്രദ്ധിച്ച് നോക്കുക, തെറി വിളിച്ചു പറയുകയാണ്. അങ്ങനെയാണോ സൊസൈറ്റിയിൽ വിപ്ലവം ഉണ്ടാക്കുന്നത്? അയ്യങ്കാളി അങ്ങനെയാണോ ഈ നാട്ടിൽ വിപ്ലവം ഉണ്ടാക്കിയത്? ഈ രാജ്യത്തെ പ്രസിഡന്റ് ഉണ്ട്. ഈ പ്രസിഡന്റിന്റെ പേരെന്താണെന്നറിയോ? ദ്രൗപദി മുർമു. അവർ എവിടെ നിന്ന് വരുന്നു, ആരാണെന്ന് ജസ്റ്റ് ചരിത്രമൊക്കെ ആൾക്കാർ പഠിക്കുന്നത് നല്ലതായിരിക്കും. വേടൻ റിപ്പോർട്ടർ ചാനലിനകത്തിരുന്ന് DNA പറ്റിയൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ രാജ്യത്തെ ഭരണഘടന എഴുതിയ അംബേദ്കറിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് പോയി പഠിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് വേണം ഇതുപോലെ ഡയലോഗ്